നമ്മൾ പഠിപ്പിച്ചെടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഒരു കുട്ടി പഠിച്ചുവോ എന്ന് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് എങ്ങനെയാണ് അറിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 പോയിൻറ്റ്സ് ആണ് അതിലുള്ളത്: പീപ്പിൾ, പ്ലേസ് ആൻഡ് സ്റ്റിമുലൈ. അതായത് ഇപ്പം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒരു ആപ്പിൾ കാണിച്ചുകൊണ്ട്, അതൊരു ഫ്ലാഷ് കാർഡിലാണ് നമ്മൾ കുട്ടീനെ പഠിപ്പിക്കുന്ന സമയത്ത് കാണിക്കുന്നതെങ്കിൽ കുട്ടി അത് ആപ്പിൾ എന്ന് പറയുന്നു. അത് ഏതൊരു വ്യക്തി പറഞ്ഞാലും കുട്ടി അത് ആപ്പിൾ എന്ന് തന്നെ പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പീപ്പിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ പ്ലേസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് എവിടെ വെച്ച് ഏത് സിറ്റുവേഷനിൽ കുട്ടി ചോദിച്ചാലും അത് ആപ്പിൾ എന്ന് കുട്ടിക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതാണ് പ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിമുലൈ എന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മൾ ആ ആപ്പിൾ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ കൂട്ടയിലിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഏതൊരു സ്റ്റിമുലസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് ആപ്പിളാണെന്ന് കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ കുട്ടിക്ക് പറയാനും പറ്റണം. അതാണ് സ്റ്റിമുലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ആസ്പെക്ട്സും കുട്ടിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ക്ലാസ് മുറിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു തെറാപ്പി സെഷനിൽ മാത്രമല്ല, കുട്ടി പുറത്തെത്തിക്കഴിഞ്ഞാലും, അതായത് മോസ്റ്റ് ഓഫ് ദി ടൈം കുട്ടി ഉണ്ടാവുക കുട്ടിയുടെ പാരൻറ്റിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ പാരൻറ്റിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും, അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയിലായാലും അത് കുട്ടിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതായത് വീട്ടിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ അത് ആപ്പിളാണ്, അല്ലെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് അത് ആപ്പിളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കാണുന്നുണ്ടെങ്കിൽ അത് ആപ്പിളാണ് എന്ന് നമ്മൾ കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്താൽ കുട്ടിക്ക് ആ ഒരു കോൺസെപ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.